മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു സ്റ്റെപ്പായിരുന്നു ബേണിങ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് അല്ലേ? ബേണിങ് എന്താണെന്ന് പറഞ്ഞു, എങ്ങനെയാണ് ബേണിങ് ചെയ്യണതെന്ന് പറഞ്ഞു, അതുപോലെ 2 ടൈപ്പ് ബേണിങ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ക്ലാമ്പാണ്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ക്ലാമ്പ് ബേണിങ്ങിൽ എന്താ ചെയ്യണേന്ന്. അതുപോലെ തന്നെ ഒന്ന് മ്യൂട്ടാക്കൂ. ക്ലാമ്പ് ബേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, നമ്മൾ ഒരു 4 പോയിൻ്റ് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു 3 പോയിൻ്റ് ഡിസഡ്വാൻറ്റേജസും നമ്മൾ പറഞ്ഞു. ക്ലിയർ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെ ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്താണ് എന്ത്? കിൻ. എന്താ? എല്ല് നമ്മൾ സൈലൻ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുള്ളൂ, കിൻ എന്നാണ് പറയുക, എല്ല് സൈലൻ്റ് ആക്കിയിട്ട്. ഓക്കെ, കിൻ, എല്ല് സൈലൻ്റ്. ക്ലിയർ ആണോ? മലയാളത്തിൽ എഴുതുമ്പോൾ എല്ലാം എഴുതണോ? അതെ, കിന്നെന്ന് എഴുതണം. ആ, അപ്പോൾ എന്താണ് രണ്ടാമത്തെ സ്റ്റെപ്പ്? ബേണിംഗ് ആണ്. എന്ത്? കിൻ ബേണിംഗ്. സ്ക്രീൻ പോയോ? കിൻ ബേണിങ്ങിൽ എന്താ വരുന്നത്? എ കിൻ ഈസ് ലാർജ് ഓവൻ വിച്ച് ഈസ് യൂസ്ഡ് ടു ബേൺ ബ്രിക്സ്. ബേൺ എന്നാണ് കേട്ടോ. സ്പെല്ലിങ് ബേൺ എന്നാണ്, BURN. ക്ലിയർ? എന്താണ് ക്ലിൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? അതായത് ബേണിങ് ചെയ്യാനായിട്ടുള്ള ഒരു ലാർജ് ഓവൺ, വലിയ ടൈപ്പ് ഓവനെയാണ് നമ്മൾ എന്ത് പറയുക? കിൻ എന്ന് പറയുക. ഓക്കെ. The kin which are used in the manufacture of bricks are of the following types. എത്ര ടൈപ്പ് കിൻ ഉണ്ട്? കിൻ ഉണ്ട്. ഇൻ്റർമിറ്റൻറ്റ് കിന്നും കണ്ടിന്യൂസ് കിന്നും. ഇൻ്റർമിറ്റൻറ്റ് കിന്നും കണ്ടിന്യൂസ് കിന്നും. ഓക്കെ, 2 ടൈപ്പ് കിന്നുകളുണ്ട്, ഒന്ന് ഇൻ്റർമിറ്റൻറ്റും ഒന്ന് കണ്ടിന്യൂസും. ക്ലിയർ ആയോ? കിന്ന് പറയുന്നത് ഒരു ലാർജ് ഓവൺ ആണെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ബ്രിക്സിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കിന്നുകൾ യൂസ് ചെയ്യുന്നത്. 2 ടൈപ്പ് ക്ലീൻ ഉണ്ടെന്ന് പഠിച്ചു. എന്താ? ഇൻ്റർമിറ്റൻറ്റ് കിന്നും കണ്ടിന്യൂസ് കിന്നും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിയാലോ, ഇൻ്റർമിറ്റൻറ്റ് കിൻ എന്താ നോക്കാം. നോട്ട് ചെയ്യുക, ഇൻ്റർമിറ്റൻറ്റ് കിൻ എന്താ? ദീസ് കിൻസ് ആർ ഇൻ്റർമിറ്റൻറ്റ് ഇൻ ഓപ്പറേഷൻ വിച്ച് മീൻസ് ദാറ്റ് ദേ ആർ ലോഡഡ്, ഫയർഡ്, കൂൾഡ് ആൻഡ് അൺലോഡഡ്. എന്താ ചെയ്യുന്നത്? ഈ ഇൻ്റർമിറ്റൻറ്റിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്ന് മ്യൂട്ടാക്കുമോ? ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആക്കരുത് ക്ലാസ്സിൽ. എന്തൊക്കെ നടക്കുന്നുണ്ട് ഇൻ്റർമിറ്റൻറ്റ് കിന്നിൽ? ലോഡഡ്, ഫയർഡ്, കൂൾഡ് ആൻഡ് അൺലോഡഡ്. എന്തൊക്കെ പ്രൊസീജിയേഴ്സാ? ലോഡിങ് എന്ത് നടക്കുന്നുണ്ട്? ലോഡിങ്, ഫയർ, അതുപോലെ തന്നെ കൂൾ, പിന്നെ അൺലോഡിങ്. ഈ 4 പ്രൊസീജിയർ എന്തിൽ നടക്കുന്നുണ്ട്? ഇൻ്റർമിറ്റൻറ്റ് കിന്നിൽ നടക്കുന്നുണ്ട്. ഇൻ്റർമിറ്റൻറ്റ് കിൻ. ഓക്കെ, ഈ 4 പ്രൊസീജിയേഴ്സ് മറക്കരുത്. ലോഡിങ്, ഫയർഡ്, കൂളിംഗ് ആൻഡ് അൺലോഡിങ്. ക്ലിയർ അല്ലേ? Such kins
മേ ബി ഐദർ റെക്റ്റാങ്കുലർ ഓർ സർക്കുലർ ഇൻ പ്ലാൻ. എങ്ങനെയായിരിക്കും ഇത്? റെക്റ്റാങ്കുലർ ഓർ സർക്കുലർ ഇൻ ഷേപ്പ്. പ്ലാൻ ഉദ്ദേശം മനസ്സിലായല്ലോ. അതായത് ടോപ്പിൽ നിന്ന് നമ്മൾ നോക്കുന്നത് എന്താണോ അതിനെയാണ് പ്ലാൻ എന്ന് പറയുക. അല്ലേ? പ്ലാൻ എന്താണെന്നറിയില്ലേ? നമ്മൾ ടോപ്പിൽ നിന്ന് എന്താണോ നോക്കുന്നത്, ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എന്താണോ കാണുന്നത് അതാണ് പ്ലാൻ അല്ലേ? ഇപ്പോൾ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ മോളിൽ നിന്ന് ടോപ്പിൽ നിന്ന് എന്തൊക്കെയാണോ കാണുന്നത്, ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എന്തൊക്കെയാണോ കാണുന്നത് അതിനെയാണ് പ്ലാൻ എന്ന് പറയാം. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഏത് ഷേപ്പായിരിക്കും? റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലുള്ളതായിരിക്കും ഇതിൻ്റെ പ്ലാൻ. ഇൻ്റർമിറ്റൻ്റ് ക്ലിന്നിൻ്റെ പ്ലാൻ എങ്ങനെയായിരിക്കും? റെക്റ്റാങ്കുലർ ഓർ സർക്കുലർ പ്ലാൻ ആയിരിക്കും. ദേ മേ ബി ഓവർഗ്രൗണ്ട് ഓർ അണ്ടർഗ്രൗണ്ട്. എന്തൊക്കെ ചെയ്യാം? ഓവർഗ്രൗണ്ടിലും ചെയ്യാം, അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ടിലും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകതകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓവർഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുകളിലോട്ട്, അണ്ടർഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴെ. അറിയുന്നതല്ലേ? ഓവർഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴെ, അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പണിയുന്നത്. മനസ്സിലായോ? അണ്ടർഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്തിൻ്റെ ലെവലിൽ നിന്ന്, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴേക്ക് പണിയുന്നത്. ക്ലിയർ ആയോ? 2 ടൈപ്പിൽ വേണമെങ്കിലും ഇൻ്റർമിറ്റൻ്റ് കിന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഇൻ്റർമിറ്റൻ്റ് അപ്പ് ഡ്രാഫ്റ്റും അതുപോലെ ഇൻ്റർമിറ്റൻ്റ് ഡൗണും. അപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പ് ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ഓവർഗ്രൗണ്ട് ആയിരിക്കും. ഡൗൺ ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡൗൺ, താഴെ, അണ്ടർ ഗ്രൗണ്ട്. ക്ലിയർ ആയോ? ഇതെന്താണെന്ന് നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ഇൻ്റർമിറ്റൻ്റ് ക്ലിന്നിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ പഠിക്കാനുള്ളൂ. ഇത് ഒന്ന് അപ്പ് ഡ്രാഫ്റ്റ് ആണ്, ഒന്ന് ഡൗൺ ഡ്രാഫ്റ്റ് ആണ്. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ഗ്രൗണ്ട്, അതായത് ഗ്രൗണ്ട് ലെവലിൽ മുകളിലേക്ക് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അതുപോലെ എന്താണ്? ഡൗൺ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അണ്ടർഗ്രൗണ്ടിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അതായത് ഗ്രൗണ്ട് ലെവലിന് താഴെ ആയിരിക്കും ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടിയും പറയാം. ഇൻ്റർമിറ്റൻ്റ് കിന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്? ലോഡിങ്, ഫയറിങ്, കൂളിംഗ് ആൻഡ് അൺലോഡിങ്. ഈ 4 പ്രോഗ്രാംസും ഒരുമിച്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പ് അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഓവർഗ്രൗണ്ടിലും ചെയ്യാം, അതുപോലെ അണ്ടർഗ്രൗണ്ടിലും ചെയ്യാൻ പറ്റും. അതായത് ഓവർഗ്രൗണ്ടിൽ ചെയ്യുന്നതിന് അപ്പ് ഡ്രാഫ്റ്റ് എന്നും അണ്ടർഗ്രൗണ്ടിൽ ചെയ്യണത് ഡൗൺ ഡ്രാഫ്റ്റ് എന്ന്. ക്ലിയർ ആയോ? ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലായിരിക്കും അല്ലേ? ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ വരുന്നതിന് അണ്ടർഗ്രൗണ്ട് എന്ന് പറയും, മുകളിൽ വരുന്നതിന് ഓവർഗ്രൗണ്ട് എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇതാണ് നോക്കിയേ ഇൻ്റർമിറ്റൻ്റ് ക്ലിന്ന്. നോക്കിയേ, ഇൻ്റർമിറ്റൻ്റ് കിന്നിൻ്റെ ഒരു ഫോട്ടോസാണ്. എങ്ങനെയാ? ബ്രിക്കുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അല്ലേ? ഇതിന് ചുറ്റും ഒരു വോള് കൺസിഡർ ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഒരു വോള് കണ്ടോ? ഇതിൻ്റെ ഈ സ്പേസുകൾ എന്തിനാണ്? ഇതിലുള്ള ഈ സ്പേസുകൾ ഇട്ടിട്ടുള്ളത് ബ്രിക്കുകളുടെ ഇടയിൽ ഫ്യൂവല്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്താണോ, ബേൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്താണോ അത് അപ്ലൈ ചെയ്യാനാണ് അവിടെ സ്പേസ് ഇട്ടിട്ടുള്ളത്. കണ്ടോ? സ്പേസ് ഫോർ ഫ്യൂവൽ. കണ്ടോ? ഫ്യൂവൽസ് കൊടുക്കുന്ന സ്പേസിങ് നോട്ട് ചെയ്യാം കേട്ടോ. ഫ്യൂവൽ സ്പേസ്, ഫ്ലോസ്, അതായത് ഫ്യൂവൽസ് കൊടുക്കുന്ന ആ പോർഷൻ. ഇതെന്താണ്? ഔട്ട്സൈഡ് വാളും അപ്പോൾ ഉള്ളിലുള്ളത് എന്തായിരിക്കും? ഇന്നർ വാളും.
ഡ്രോയിങ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ചോദിക്കുകയാണെങ്കിൽ എന്താ? അതെ, ബ്രിക്ക് കൊണ്ട് തന്നെയാണ് ചെയ്യുക. അതായത് നമ്മൾ ആയിട്ട് ഒരു ഓവൺ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് അവിടെ. ക്ലേം ബേണിങ്ങിൽ നമ്മൾ ചെയ്യില്ലേ, അതുപോലെ തന്നെ ഇതൊരു നമ്മൾ പർപ്പസ്ഫുള്ളി ഒരു ഓവൺ, ലാർജ് ഓവൺ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓവണാണ്. എന്നിട്ട് നമ്മൾ ഫ്യൂവൽ കൊടുക്കുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു മെഷീനല്ല, മെഷീൻ ടൈപ്പ് അല്ല. ഓക്കെ, മനസ്സിലായില്ലേ? ഫ്യൂവൽ ബ്രിക്കിനോ? അതായത് ഈ സ്പെല്ലിങ് തെറ്റിയതാണോ? അതായത് ബ്രിക്ക് അല്ല, ആ ഏരോ മാർക്ക് ഇപ്പുറത്തേക്കാണ്, കണ്ടോ? ഈ 2 സ്പേസിംഗ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിന് 15 ഡിഗ്രി ചരിവുണ്ടോ? എന്താ? ഇല്ല കേട്ടോ, ഇല്ല. അതാ ഫോട്ടോ എടുത്തതിൻ്റെ ചെരിവാണെന്ന് തോന്നുന്നു, അല്ലാതെ ചെരിവൊന്നുമില്ല കേട്ടോ. നമ്മൾ ക്ലാമ്പിനാണ് ചെരിവ് പറഞ്ഞത്. അതാ ഫോട്ടോൻ്റെ ചെരിവാണ്. നിങ്ങൾ ഫോട്ടോ, ഇത് കണ്ടിന്യൂസ് ക്ലീനിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. ഇതാണ് ഫോട്ടോ ഉള്ളത് നമ്മുടെ കയ്യിൽ, ഇൻ്റർമിറ്റൻറ്റിൻ്റെ. നിങ്ങൾക്ക് കുറച്ചുകൂടി ഫോട്ടോസ് ഗൂഗിളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നോക്കാം കേട്ടോ. ഇത് റെക്റ്റാങ്കുലർ ഷേപ്പിലാണ്. റെക്റ്റാങ്കുലർ ഷേപ്പിലും വരാം, സർക്കുലർ ഷേപ്പിലും വരാം. ഇത് റെക്റ്റാങ്കിൾ അല്ലേ ഷേപ്പ്? നോക്കിയേ, ഇങ്ങനെ ഒരു റെക്റ്റാങ്കിള് അല്ലേ? ക്ലിയർ അല്ലേ? ഒന്നുകൂടി വേണേ നോക്കിക്കോ. മ്യൂട്ടാക്കോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് ഇൻ്റർമിറ്റൻറ്റ് ക്ലീൻ. അടുത്ത എന്താണ് നമ്മൾ പഠിച്ചത്? കണ്ടിന്യൂസ് സ്കിൻ. കണ്ടിന്യൂസ് സ്കിൻ. എന്താ കണ്ടിന്യൂസ് സ്കിൻ? ദി സ്കിൻ ആർ കണ്ടിന്യൂസ് ഇൻ ഓപ്പറേഷൻസ്. കണ്ടിന്യൂസ് ഇൻ ഓപ്പറേഷൻസ് എന്താണ്? ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. ദാറ്റ് മീൻസ് ലോഡിങ്, ഫയറിങ്, കൂളിംഗ് ആൻഡ് അൺലോഡിങ് ആർ ക്യാരിഡ് ഔട്ട് സൈമുൾട്ടേനിയസ്ലി. ദീസ് ക്ലീൻ എന്താണ് അതിൻ്റെ മീനിങ്? ഒരേ സമയം, അതായത് ഒരേ സമയത്ത് എന്ത് നടക്കുന്നു? ലോഡിങ്, ഫയറിങ്, കൂളിംഗ് ആൻഡ് അപ്ലോഡിങ്. ഓക്കെ, അറ്റ് എ ടൈം, സൈമുൾട്ടേനിയസ്ലി അങ്ങനെ പറയും. അറ്റ് എ ടൈം, സെയിം ടൈം എന്നാണ് മീനിങ് വരുന്നത്. സെയിം ടൈം. ക്ലിയർ ആണോ? സെയിം ടൈം, അറ്റ് എ സെയിം ടൈമിൽ നടക്കുന്നു. ദി വേരിയസ് ടൈപ്പ് ഓഫ് ദി കണ്ടിന്യൂസ് സ്കിൻ ഫോളോയിങ് ദി 3 അല്ല 2 ടൈപ്സ് ആണ് കേട്ടോ. എന്താ പറഞ്ഞേ? കണ്ടിന്യൂസ് സ്കിന്നിൻ്റെ ഏതൊക്കെയുണ്ട്? ബുൾസ്, ട്രെഞ്ച്, അതുപോലെ തന്നെ ഹൂഫ്മാൻ സ്കിൻ. ബുൾസ്, ട്രെഞ്ച്. ബുൾസ്, ട്രെഞ്ച് ആൻഡ് ഹൂഫ് മാൻസ്. നോട്ട് ചെയ്യാം കേട്ടോ.
നോട്ട്സ് എന്തായാലും പാർത്തണമല്ലോ മാം. നോട്ട് ചെയ്തില്ലേ? 2 ടൈപ്പ്. ഇതെന്തായാലും പകർത്തേണ്ടതല്ലേ മാം അത്? അതെ ഞാൻ നോട്ട് തരാം കേട്ടോ. നോട്ട് തരുമ്പോൾ ആയാലും പാർത്തിയാൽ മതി. ഓക്കെ. ഇതാണ് എന്ത്? ബുൾസ് ട്രഞ്ച്. ബുൾസ് ട്രഞ്ച് ഫിഗർ. ഇത് ഏത് ഷേപ്പാണ് വരുന്നത്? എന്താ? ഇത് ഒരെണ്ണം പ്ലാനും ഇതേ കണ്ടോ, പ്ലാനാണ് ഒരെണ്ണം അതിൻ്റെ സെക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. അതായത് അതിന് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കാണും എന്നുള്ളത്. ഓക്കെ, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുന്നു, ഇവിടെ നിന്ന് അങ്ങട് ഈ ഏരോ മാർക്ക് ഇട്ട പോലെ. ഇവിടെ എ എഴുതാൻ അവർ മറന്നിട്ടുള്ളതാണ്. AB കണ്ടോ, ഇവിടെ ഒരു B കൊടുത്തിട്ടുണ്ട്. 1 2 3 4 എന്നൊക്കെ നമ്പർ ഇട്ടിരിക്കുന്നതാണ് ഡാമ്പർ. അത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഫിഗർ എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തന്നതാണ്. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് പറയുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. എന്താണ് ബുൾസ് ട്രഞ്ച്? ദി സ്കിൻ മേ ബി ഓഫ് റെക്റ്റാങ്കുലർ, സർക്കുലർ ഓർ ഓവൽ ഷേപ്പ് ഇൻ പ്ലാൻ. ഏതൊക്കെ ഷേപ്പിലുണ്ടെന്ന് പറഞ്ഞേ? ഒന്നിൽ റെക്റ്റാങ്കുലർ ആയിരിക്കാം, സർക്കുലർ ആയിരിക്കാം, ഓവൽ ഷേപ്പ് ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടത് ഏത് ഷേപ്പാ? ഓവൽ ഷേപ്പാണ് അല്ലേ? ഇങ്ങനെ ഒരു ഷേപ്പ് ഓവൽ ഷേപ്പ് അല്ലേ? ഇത് ഓവൽ ഷേപ്പാണ്. എന്താണ്? ആസ് ദി നെയിം സജസ്റ്റ്, ദി കിൻ ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ എ ട്രെഞ്ച് എക്സ്കവേറ്റഡ് ഇൻ ഗ്രൗണ്ട്. എന്താ? അതായത് ഗ്രൗണ്ട് എക്സ്കവേറ്റ് ചെയ്തെടുക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താ എക്സ്കവേറ്റ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അതായത് വാരം, മലയാളത്തിൽ പറയുകയാണെങ്കിൽ വാരം എടുക്കുക അല്ലേ? വാരം കോരൽ എന്നൊക്കെ പറയും. അതായത് കുറച്ച് ഭാഗം കുഴിച്ചെടുത്ത് ആ മണ്ണ് മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? എക്സ്കവേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയാം. എക്സ്കവേഷൻ ചെയ്യാം. കണ്ടോ, ഇവിടെയാണ് ഗ്രൗണ്ട് ലെവൽ നിൽക്കുന്നത്. കണ്ടോ ഗ്രൗണ്ട് ലെവലിൻ്റെ സിമ്പിൾ GL, ഗ്രൗണ്ട് ലെവൽ. എന്താ? ഇതൊന്നും അങ്ങനെ ചോദിക്കാറില്ല. നിങ്ങളുടെ അടുത്ത് ചോദിക്കുക മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സിൽ വരുന്ന സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുക. അത് എക്സ്പ്ലെയിൻ ചെയ്യാനേ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആകെ ആദ്യം വരുന്ന പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, അതിൽ വരുന്ന പോയിൻറ്റ്സ്, അതുപോലെ പിന്നെ വരുന്ന ഏതാ മോൾഡിങ്ങിൽ ഏതൊക്കെ മോൾഡിങ് വരുന്നുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഡ്രൈയിങ്ങിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ബേണിങ്. ഒന്ന് ഇൻ്റർമീഡിയറ്റ് കിന്നും അതുപോലെ കണ്ടിന്യൂസ് കിന്നും യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ വേണ്ടി വരില്ല. അതായത് ഇത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണെന്ന് വെച്ചാൽ കുറേ ഉണ്ട്. അത്ര ഒരു കൂടിപ്പോയി 5 മാർക്കിനുള്ള ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് കൂടുതലുള്ളത് ചോദിക്കുള്ളൂ. ഏറ്റവും കൂടുതൽ മാർക്ക് 5 മാർക്കാണ് നിങ്ങൾക്ക്. ഓക്കെ, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് എന്തെങ്കിലും കാരണവശാൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഈ ഒരു കിന്നായിരിക്കും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ബുൾസ് ട്രഞ്ച് കിന്ന് ചെയ്യുക. ക്ലിയർ? റെക്റ്റാങ്കുലർ, സർക്കുലർ, ഓവൽ ഷേപ്പ്, ഈ 3 ടൈപ്പിലും പ്ലാനുകൾ കാണാറുണ്ട്. അതുപോലെ ഈ ബുൾസ് ട്രഞ്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാ? താഴത്ത് അണ്ടർഗ്രൗണ്ടിൽ, അതായത് എർത്ത് എക്സ്കവേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ബുൾസ് ട്രഞ്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ക്ലിയർ? കൺസ്ട്രക്റ്റഡ് ഇൻ എ ട്രെഞ്ച് എക്സ്കവേറ്റഡ് ഇൻ ഗ്രൗണ്ട്. ക്ലിയർ ആണോ? ഇൻ ലേറ്റർ കേസ് ദ റാംസ് ഓഫ് എർത്ത് ഷുഡ് ബി പ്രൊവൈഡഡ് ഓൺ ഔട്ട്സൈഡ് വാൾ. എന്താ പറഞ്ഞാൽ? ഔട്ട്സൈഡ് വാളിൽ റാമ്പ് കൊടുക്കും. റാമ്പ് എന്താ? ഇങ്ങനൊരു ചെരിഞ്ഞ ഒരു സർഫസ് അല്ലേ റാമ്പ്? അല്ലേ, റാമ്പ് കൊടുക്കാറില്ലേ?
നമ്മൾ സ്റ്റെപ്പ് കൊടുക്കുന്ന പോലെ തന്നെയാണ് എന്ത് കൊടുക്കുക, റാമ്പും കൊടുക്കുക അല്ലേ? റാമ്പ് അറിയില്ലേ? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പം നിർബന്ധമാണ്. അതായത് ഏതൊരു റെസിഡൻഷ്യൽ ആയാലും കൊമേഴ്ഷ്യൽ ആയാലും എന്താണ്, റാമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? റാമ്പ് നമ്മൾ കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ വെഹിക്കിൾസ് കൊണ്ടുപോകാനായിട്ടും അതുപോലെ അവർക്ക് ഈസി ടു സുഖമായിട്ട് കയറാനായിട്ടും, സ്റ്റെപ്പ് കയറാൻ പറ്റാത്തവർക്ക് റാമ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണത്. അങ്ങനെ ഇല്ലെങ്കിൽ ഇത് കിട്ടില്ല, പെർമിറ്റ് കിട്ടില്ലല്ലോ. പ്ലാനിൽ റാമ്പ് കാണിച്ചിട്ടില്ലെങ്കിൽ റാമ്പിന് ഒരു ഡിഗ്രി പറയും. എത്ര ഡിഗ്രിയാ? എത്ര? അതായത് ലെങ്ത്തിൻ്റെ എത്രയാണ് ഹൈറ്റ് കൊടുക്കേണ്ടത്? അതെ. അപ്പോൾ അത്രയൊന്നും പഠിക്കാനില്ല. ഇവിടെ റാമ്പ് നമ്മൾ കൊടുക്കും. അതാണ് ഈ റാമ്പ് കാണിച്ചിട്ടുള്ളത്. ഗ്രൗണ്ട് ലെവലിലേക്ക് എന്തുണ്ടായിരിക്കും? ഒരു റാമ്പ് ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെന്താണ്? റാമ്പ് ഓഫ് ദി എർത്ത്. പിന്നെന്താണ്? ദി ഔട്ടർ ആൻഡ് ഇന്നർ വാൾസ് ആർ ടു ബി കൺസ്ട്രക്റ്റഡ് ഓഫ് ബ്രിക്സ്. ഇന്നർ വാളും ഔട്ടർ വാളും എന്തുകൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്? ബ്രിക്ക് കൊണ്ട്. ഇവിടെ ഇന്നർ വാള് കാണിച്ചിട്ടുണ്ട്. ഏത് ഇന്നർ വാള്? ഏത് ഇന്നർ വാള്? ഇതാണ് ഇന്നർ വാള് അല്ലേ? ഇന്നർ വാള് അതായത് ഉള്ളിൽ വരുന്ന വാള്, ഇങ്ങനെ ഒരു വാള്. ഈ ഒരു വാളാണ് എന്ത്? ഇന്നർ വാള്. പിന്നെന്താ? ഇന്നർ വാളും അതുപോലെ തന്നെ ഔട്ടർ വാളും. കണ്ടോ? ക്ലിയർ അല്ലേ? ഇന്നർ വാളും ഔട്ടർ വാളും കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ബ്രിക്ക് കൊണ്ട്. നേരത്തെ ആരോ ഡൗട്ട് ചോദിച്ചിരുന്നു അല്ലേ? ഇന്റർമിറ്റന്റിൽ കാണിച്ചപ്പോൾ അല്ലേ? അതുകൊണ്ടാണ് പറയണേ ഇന്നർ വാളും ഔട്ടർ വാളും കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ബ്രിക്ക് കൊണ്ടാണ്. ദ ഓപ്പണിംഗ് ആർ ജനറലി പ്രൊവൈഡഡ് ഇൻ ദി ഔട്ടർ വാൾ ടു ആക്ട് ആസ് ഫ്യൂ ഹോൾസ്. എന്താ ഹോൾസ്? ഇന്നർ വാളിലും ഔട്ടർ വാളിലും ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാ? കണ്ടോ ഗ്യാപ്പുകൾ? ഇത് വരച്ചിട്ടുള്ള കാരണം കാണാനില്ല. കണ്ടോ? ഇവിടെ ഒരു ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഇവിടെ ഇവിടെ. അതെന്തിനു വേണ്ടിയിട്ടാ? ഫ്യൂവൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ക്ലിയർ ആണോ? ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്നർ ബി കെ വാൾ. എന്താ ബി കെ വാള്? ബി കെ മീൻസ് ബ്രിക്ക്. ബി കെ എന്താ? ബ്രിക്ക് കേട്ടോ. ഷോർട്ടായിട്ടാണ് ബി കെ എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ ഔട്ടർ ബി കെ വാൾ, ഔട്ടർ ബ്രിക്ക് വാൾ. ഇതാണ് എന്ത്? എന്താ ഡാമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ബ്രിക്കുകൾ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസിങ്. അതായത് ഇവിടെ ഓരോ സ്പേസിങ് കണ്ടോ? ഇത് കൊടുത്തിട്ടുള്ളത് എന്താണ്? ഓരോ ബ്രിക്ക് അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ആണത്. കണ്ടോ? ഇവിടെ ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നുള്ളൂ. മനസ്സിലായോ? ഡാമ്പേഴ്സ് അതൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെ, അതാണ് ഈ ലൈൻ ഇട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ. ബ്രിക്കുകൾ അറേഞ്ച് ചെയ്യാനുള്ള പോർഷനാണ് എന്ത്? ഡാമ്പേഴ്സ്. അതായത് അത് അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതാണ് ഡാമ്പേഴ്സ്. കണ്ടോ ഈ വരകൾ? ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള വരകൾ. ഓക്കെ.
ഇതാണ് ബുൾസിൻ്റെ പറയാനുള്ളത്. അടുത്തത് ഇതാണ് എന്ത്? ഹോഫ്മാൻസ്. ക്ലിയർ? ഇതാണെന്ത്? അല്ല, ഇതാണെന്ത്? ബുൾ സ്ട്രെഞ്ച്. സോറി കേട്ടോ, അതന്നെ. അതായത് ഇതിൻ്റെ ഇത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട ഫിഗറാണ്. ഇത് എനിക്ക് ടെക്സ്റ്റിൽ നിന്ന് ഒരു കിട്ടിയ ഫിഗറാണ്. ഇതാണ് കുറച്ചും കൂടി ക്ലിയർ ആവാൻ തോന്നുന്നു അല്ലേ? പിന്നെ ഇതിവിടെ വേണ്ടി സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇതെന്താണ് ഇങ്ങനെ കട്ട് ചെയ്തത്? ഇങ്ങനെ കട്ട് ചെയ്തത് AB ലൈനാണ്, Aയും Bയും. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണ് വ്യൂ. അപ്പോൾ എങ്ങനെയാണ് കാണുക? ഇന്നർ വോൾ ഇവിടെ ഉണ്ട്, ഔട്ടർ വോൾ ഉണ്ട്. ഇവിടെ എന്താണ് സ്പേസിങ്? ശരിക്കും ഈ നടുവിലുള്ള സ്പേസിങ് കാലിയായിരിക്കും അല്ലേ? ഈ നടുവിൽ കൂടെ പോയിട്ടുള്ളത് 2 പൊസിഷൻസാണ് കട്ട് ചെയ്ത് പോകുന്നത്. നമ്മൾ ഏതൊക്കെ പൊസിഷൻസാണ് കട്ട് ചെയ്ത് പോകുന്നത്? ഈ ഒരു പൊസിഷനും ഈ ഒരു പൊസിഷനും മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ അല്ലേ? അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു പോർഷനാണ് ഇവിടെ, അതായത് ഈ പോർഷനാണ് ഇവിടെ മുകളിൽ വരുന്നത് കട്ട് ചെയ്യുമ്പോൾ. ഇന്നർ വോൾ കണ്ടോ? അതായത് ഇതാണ് ഇന്നർ വോള്. ക്ലിയർ ആണോ? എന്താ? ചിമ്മിനി. അത് ഇതിൽ കാണിച്ചിട്ടില്ല, പ്ലാനിൽ കാണിച്ചിട്ടില്ല. ചിമ്മിനി നമ്മള് എന്താ അതാരോ അൺമ്യൂട്ട് ചെയ്തിട്ടാണ്. ഈ ചിമ്മിനി നമ്മൾ എക്സ്ട്രാ വരുന്നതാണ്. അതിൽ ചിമ്മിനി എന്താണ്? ഇതിപ്പോൾ നമ്മൾ ഫ്യൂവൽസൊക്കെ ബേൺ ചെയ്യുന്ന കാരണം സ്മോഗ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് അഡീഷണൽ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നവരാണ് എന്ത്? ചിമ്മിനി അല്ല, പുകക്കുഴൽ. റൂഫോ? എന്താ? റൂഫും വേണം. റൂഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് എന്ത്? ചിമ്മിനി കൊടുക്കേണ്ട ആവശ്യം അല്ലേ? ഇല്ല. ഇത്രയാണ് വരുന്നത്. ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും സാധാരണ ചോദിക്കാറൊന്നുമില്ല നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞ ആ സ്റ്റെപ്പുകൾ തന്നെയാണ് ചോദിക്കാറ്. ഓക്കെ. അടുത്തെന്താണ്? ഹൂഫ്മാൻസ് നോട്ട് ചെയ്യുക. ദ കിൻ ഈസ് കൺസ്ട്രക്റ്റഡ് ഓവർ ഗ്രൗണ്ട് ആൻഡ് എന്താണ്? ഇത് എവിടെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഓവർ ഗ്രൗണ്ടിൽ, അതായത് ഗ്രൗണ്ട് ലെവലിന് എബോവ്, ഗ്രൗണ്ട് ലെവലിന് മുകളിൽ. ആൻഡ് ഹാൻസ് ഇറ്റ് ഈസ് സംടൈംസ് നോൺ ആസ് ഫ്ലെയിം കിൻ. ഇതിൻ്റെ വേറൊരു പേരാണ് എന്ത്? ഫ്ലെയിം കിൻ. നോട്ട് ചെയ്യാം കേട്ടോ. എന്താ പറഞ്ഞേ? ഫ്ലെയിം. ഓക്കെ. ഇറ്റ്സ് ഷേപ്പ് ഈസ് സർക്കുലർ ഇൻ പ്ലാൻ ആൻഡ് പ്ലാൻ്റെ ഷേപ്പ് പറഞ്ഞേ സർക്കുലർ ഷേപ്പാണ് വരുന്നത്. സർക്കുലർ ഇൻ പ്ലാൻ ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് കമ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ചേമ്പേഴ്സ്. അതായത് കുറച്ച് നമ്പറുകൾ ഇട്ടിട്ട് അതിനെന്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? കമ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ചേമ്പറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. എസ് എ പെർമനൻറ്റ് റൂഫ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദി കിൻ. ഇവിടെ എന്താണ്? ഒരു പെർമനൻ്റ് ആയിട്ടുള്ള റൂഫ് എന്തിനു ചെയ്തിട്ടുണ്ടായിരിക്കും? ആ കിന്നിന് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. ക്യാൻ ഈവൻ ഫങ്ഷൻ ഡ്യൂറിങ് റെയിനി സീസൺ. എന്തിനു വേണ്ടിയിട്ടാണ്? റെയിനി സീസണിൽ ഈ ബേണിങ് ചെയ്യുന്ന സമയത്താണ് ആ റൂഫ് കൂടുതൽ നമുക്ക് എഫക്റ്റീവ് ആവുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഹൂഫ്മാൻ്റെ എന്താണ് പറഞ്ഞേ? ഓവർ ഗ്രൗണ്ടിലാണ് കൺസ്ട്രക്ട് ചെയ്യുക. അതായത് ഗ്രൗണ്ട് ലെവലിൽ മുകളിലാണ് ഈ കിന്ന് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഇതിന് പറയുന്ന വേറൊരു പേരും കൂടി പറഞ്ഞേ.
പേര് പറഞ്ഞേ. ഫ്ലെയിം. ഓക്കെ, ഗുഡ്. പിന്നെ ഏത് ഷേപ്പാന്ന് പറഞ്ഞേ? സർക്കുലാർ ഷേപ്പിലാണ് പ്ലാൻ വരുന്നത്. പിന്നെന്താണ്? കുറച്ച് നമ്പറുകൾ ഇട്ടിട്ട് അതിനെ കമ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ചേമ്പേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെന്താണ്? ഒരു പെർമനൻറ്റ് റൂഫും കൂടി നമ്മൾ ഇതിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ്? എന്തിനു വേണ്ടിയിട്ട്? റെയിനി സീസണിൽ ബേണിങ് ചെയ്യുമ്പോഴാണ് നമുക്കത് കൂടുതൽ എഫക്റ്റീവ് ആവുക. ഓക്കെ. പെർമനൻ്റ് ആയിട്ടുള്ള റൂഫും കൂടി നമ്മൾ ഈ കിന്നിൽ കൊടുക്കും. ഇത്രയാണ് നമുക്ക് മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്ന് ലാസ്റ്റ് ടൈം ഒന്ന് പറഞ്ഞാലോ. എന്തൊക്കെ പഠിച്ചു? പ്രിപ്പറേഷൻ ഓഫ് ക്ലേ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? വേഗം പറയൂ. ഇതിലൊരു 6 സ്റ്റെപ്സ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ക്ലേ പ്രിപ്പയർ ചെയ്തെടുത്തതിന് ശേഷം, അതായത് ടാമ്പറിങ് ചെയ്തെടുത്ത് വന്ന ക്ലേ നമ്മൾ എന്ത് ചെയ്യണം? മോൾഡിങ് ചെയ്യണ്ടേ? മോൾഡിങ്ങിൽ എന്താണ് വരുന്നത്? ഹാൻഡ് മോൾഡിങ്, മെഷീൻ മോൾഡിങ്. ഓക്കെ. പിന്നെന്തായിരുന്നു അടുത്ത സ്റ്റെപ്പ്? മോൾഡിങ് കഴിഞ്ഞ മൂന്നാമത്തെ സ്റ്റെപ്പ് ഡ്രൈയിങ് അല്ലേ? ഡ്രൈയിങ്ങിൽ നമ്മൾ മാനുവൽ ഡ്രൈയിങ് ഉണ്ട്, അതുപോലെ തന്നെ ഏത് ഡ്രൈയിങ് കൂടി പഠിച്ചേ? ഏത് ഡ്രൈയിങ് കൂടി? മെഷീൻ. അതായത് മെഷീൻ വഴി ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ്ങും. 2 ടൈപ്പ് ഡ്രൈയിങ്ങും. നാലാമത്തെ ടൈപ്പ് ഏതാണ്? നാലാമത്തെ സ്റ്റെപ്പ് ഇപ്പൊ പഠിച്ച ബേണിങ് അല്ലേ? അതൊന്നും മ്യൂട്ടാക്കൂ. ആരുടെ ഇങ്ങനെ വോയിസ് വരുന്നേ? ബേണിങ്ങിൽ ഏതൊക്കെ പഠിച്ചേ? ക്ലാമ്പും ഹിന്നും അല്ലേ? 2 ടൈപ്പ്. ക്ലിയർ? സ്റ്റെപ്പുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇതാണ് നമ്മുടെ മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്കിൽ വരുന്നത്. അടുത്ത നോക്കാം. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് ബ്രിക്ക്. നമ്മളൊരു ബ്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ നോട്ടീസ് ചെയ്യും? ഫസ്റ്റ് അതിൻ്റെ സൈസും ഷേപ്പും നോക്കും, അതുപോലെ തന്നെ കളറും നോക്കും അല്ലേ? നമ്മളിപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാലും ചിലപ്പോൾ കളർ നമ്മൾ നോട്ടീസ് ചെയ്യും അല്ലേ? അല്ലെങ്കിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും വല്ലാണ്ട് തടിച്ചതാണ് അല്ലെങ്കിൽ വല്ലാണ്ട് മെലിഞ്ഞതാണ്. അതേപോലെ തന്നെയാണ് ഒരു ബ്രിക്കിനെ നോക്കുമ്പോഴും സൈസ് ആൻഡ് ഷേപ്പും അതുപോലെ തന്നെ കളറും നമ്മൾ നോട്ടീസ് ചെയ്യും. ഓക്കെ. അടുത്തതാണ് എന്ത്? അതിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് നോക്കും. എന്താ സ്ട്രക്ചറൽ ഡീറ്റെയിലിങ്ങിൽ പെടുക? സ്ട്രക്ചറൽ ഡീറ്റെയിലിങ്ങിലും ഈ ഷേപ്പും കാര്യങ്ങളാണ് പെടുക. എന്താണ്? ഇപ്പോൾ റെക്റ്റാങ്കിൾ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലായിരിക്കാം ബ്ലോക്ക്, അതേപോലെയുള്ള കാര്യങ്ങൾ. ഓക്കെ. അതിൻ്റെ സ്ട്രക്ചറിലുള്ള ഡീറ്റെയിലിംഗ് നമ്മൾ നോക്കും. പിന്നെന്താ നോക്കുക? ഹാർഡ്നെസ്. അത് ഹാർഡാണോ എന്നുള്ളത് നോക്കും. ഈ ബേണിങ് ചെയ്യുമ്പോഴാണ് അത് എന്താവുന്നത്? ഹാർഡാവുന്നത് അല്ലേ? ഓവർ ബേൺഡ് ആയിക്കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ഓവർ ബേൺഡായി എന്ത് പറ്റും? ബ്രേക്ക് ആവും. അതായത് അണ്ടർ ബേൺ ആയാലോ സോഫ്റ്റ് ആവും അല്ലേ? സോഫ്റ്റ് ആയാലും എന്താ പ്രത്യേകത? ലോഡ് ക്യാരി ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പിന്നെയാണ് എന്ത്? പോറോസിറ്റി. എന്താ പോറോസിറ്റി കേട്ടിട്ടുണ്ടോ? അല്ല, അത് അബ്സോർപ്ഷൻ ആണ്. പോറോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയറിൻ്റെ
സ്പേസുകൾ ഉണ്ടായിരിക്കില്ലേ, ഈ എയർ ബബിൾസ് നിന്നിട്ടുള്ള സ്പേസുകൾ. അതായത് നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എടുക്കുകയാണ്, ഇപ്പോൾ ഒരു 7up എടുത്തു എന്ന് വിചാരിക്കേ. അത് നമ്മൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തു. ഷെയ്ക്ക് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? നൊര വരും അല്ലേ? നൊര വരൂലേ? മനസ്സിലായോ? ഒരു 7up ഡ്രിങ്ക് എടുത്തു, അത് നമ്മൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതിൽ നൊരകൾ വരും. അതെന്താണ്? അതിൻ്റെ കാർബണേറ്റ്സ് ഉള്ളത് കൊണ്ട്, കാർബണിൻ്റെ എയർ ഉള്ളത് കൊണ്ടാണ്, കാർബണേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് അതങ്ങനെ നൊര വരുന്നത്. ആ നൊര വരുമ്പോൾ അവിടെ എന്താണ്? എയറിൻ്റെ സ്പേസിങ് ആണ് ആവശ്യം അല്ലേ? അല്ലേ? ആ നൊരയിൽ എന്താണ്? എയറാണ്. അതിൽ ഡൗട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ ബ്രിക്ക് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ എയറിൻ്റെ സ്പേസിങ് അവിടെ ഗ്യാപ്പുകളായിട്ട് വരും. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. കൂടുതൽ ഇതുപോലെ പോറോസിറ്റി ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? അതായത് എയർ മോളിക്യൂൾസിൻ്റെ ഗ്യാപ്പുകൾ, മനസ്സിലായോ? എയർ ഹോളുകൾ എയറിൻ്റെ. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് പറയുന്നത്? അതായത് ആ ഗ്യാപ്പുകളിലേക്കൊക്കെ എന്താണ്? എയർ. അതാണ് എന്ത് പറയുക? പോറോസിറ്റി എന്ന് പറയുക. പിന്നെന്താണ്? സ്ട്രെങ്ത്ത്. അതിന് എത്രത്തോളം സ്ട്രെങ്ത്തുണ്ട്. ഈ ബേണിങ് ചെയ്യുമ്പോഴാണ് ഹാർഡ്നെസ്സിൻ്റെ ഒപ്പം എന്ത് കിട്ടുക? സ്ട്രെങ്ത്തും അറ്റൈൻ ചെയ്യുക. പിന്നെന്താണ്? റെസിസ്റ്റൻസ് ടു ഫയർ. ഫയറിനെ എങ്ങനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ, പ്രതിരോധിക്കാനുള്ള കഴിവ്. പിന്നെന്താണ്? ഡ്യൂറബിലിറ്റി, അതായത് ഈട് നിൽക്കുന്നത് അല്ലേ? എത്രത്തോളം ഈട് നിൽക്കുന്നുള്ളത്. അതുപോലെയാണ് എന്ത്? സൗണ്ട്നെസ്. എന്താ സൗണ്ട്നെസ്? നോയ്സിനെ അതായത് ഈ ഫയർ റെസിസ്റ്റന്റ് പറഞ്ഞ പോലെ തന്നെയാണ് ഈ സൗണ്ട്നെസ്സും. ഈ സൗണ്ട് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ഏതാണ്? വുഡ് അല്ലേ? വുഡ് കുറേ മരങ്ങളുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ കുറേ മരങ്ങൾ നമ്മൾ ഇട്ടിട്ടുള്ള സ്ഥലത്ത് നമ്മൾ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ സൗണ്ട് കുറവായിരിക്കും. അതെന്താ? സൗണ്ടിനെ കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത് വുഡാണെന്ന് അറിയാം അല്ലേ? അപ്പോൾ ഇത് എത്രത്തോളം സൗണ്ടിനെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അടച്ചിട്ടൊരു റൂമിൽ വേറെ ഒന്നും ഇല്ലാത്ത ഒരു റൂമിൽ ചെന്ന് ഓളിയിടുമ്പോൾ എന്താണ്? അതിൻ്റെ സൗണ്ട് വേവ്സ് ഇങ്ങനെ നമുക്കിങ്ങനെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കും അല്ലേ? റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അറിയില്ലേ അത്? എക്കോ എന്നൊക്കെ പറയുന്ന പോലെ സൗണ്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ ആയോ? അത് എത്രത്തോളം സൗണ്ടിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതാണ് എന്ത്? സൗണ്ട്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എഫ്ലോറസെൻസ്. എന്താ എഫ്ലോറസെൻസ്? സാൾട്ടിൻ്റെ കണ്ടൻറ്റ്. ഇപ്പം നമ്മൾ ഈ കോൺക്രീറ്റിൻ്റെ ബ്രിക്കുകൾ എടുത്ത് നോക്കാമെന്ന് വിചാരിക്കൂ. കോൺക്രീറ്റിൻ്റെ ബ്രിക്കുകൾ സാധാരണയായിട്ട് കാണാറില്ല. ചില സിറ്റുവേഷനിൽ എന്താണ്? ഒരു വൈറ്റിഷ് കളർ കാണാറുണ്ടോ? വൈറ്റ് കളറ് ബ്രിക്കിൽ കൂടുതലായിട്ട് വൈറ്റ് കളർ കാണുന്ന ബ്രിക്കുകൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? സിമെന്റ് ബ്ലോക്കുകൾ കേട്ടോ. എന്താ? അതെന്താണ്? അതതിൻ്റെ സാൾട്ടിൻ്റെ കണ്ടന്റ് ആണ്. അത് ഒരു കെമിക്കൽ പ്രസൻസ് ആണ്. ഒരു കെമിക്കലിൻ്റെ പ്രസൻസ് ആണ് എന്ത്? ഈ എഫ്ലോറസെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതായത് ആ കെമിക്കലിനെ നമ്മൾ സാൾട്ട്, നോർമലി നമുക്ക് അറിയാത്തൊരു കോമ്പൗണ്ടാണെങ്കിൽ നമ്മൾ എന്ത് പറയും? സാൾട്ട് എന്ന് പറയുക അതിനെ അല്ലേ? കെമിക്കലായിട്ട് പറയുക, കെമിസ്ട്രിയിൽ പറയുക അല്ലേ? നമ്മൾ അറിയാത്തൊരു കോമ്പൗണ്ടിനെ നമ്മൾ സാൾട്ട് എന്ന് പറയുക. അതെന്താണെന്ന് കണ്ടുപിടിച്ചാലാണ് അതിനതിൻ്റെ പേരിടുക. കാർബണിൻ്റെ സോൾട്ടാണെങ്കിൽ കാർബൺ വെച്ചിട്ട് പറയും. അതുപോലെ എന്താണ്? HCl. ഹൈഡ്രജൻ്റെ ആണെങ്കിൽ ഹൈഡ്രജൻ്റെ, അങ്ങനെ പറയാം. അപ്പം അല്ലാത്ത സിറ്റുവേഷൻ നമ്മൾ എന്ത് പറയും? ഒരു സാൾട്ട് കണ്ടൻറ്റ് എന്നാണ് പറയുക.
ഇതൊരു കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് ആ വൈറ്റിഷ് കളറ്. ഓക്കെ, ക്ലിയർ ആയോ? അത് ഒരു ചിലപ്പോൾ നമ്മൾ ഈ ബ്രിക്കുകൾ സിമെൻറ്റിൻ്റെ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്ന സമയത്ത് വാട്ടർ ആഡ് ചെയ്യൂലേ, വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ വാട്ടറിൽ നിന്നുള്ള കണ്ടൻ്റ് ആയിരിക്കാം. വാട്ടറിൽ ചിലപ്പോൾ എന്തെങ്കിലും കെമിക്കൽ കണ്ടൻറ്റ് കൂടുതലുള്ളതിൻ്റെ ഫലമായിട്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും മെറ്റീരിയലിൽ എന്തെങ്കിലും ഇപ്പോൾ കാൽസ്യത്തിൻ്റെ കണ്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലോറൈഡുകളുടെ ആയിരിക്കാം. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ സിമെൻറ്റ് ബ്ലോക്കുകളിലൊക്കെ നമ്മൾ മിനി അഗ്രിഗേറ്റ് യൂസ് ചെയ്യുക അല്ലേ, മിനി മെറ്റൽ എന്നൊക്കെ പറയുന്നത് അല്ലേ. ആ മിനി മെറ്റലിലൊക്കെ എന്താണ് ക്ലോറൈഡിൻ്റെ കണ്ടൻറ്റോ അല്ലെങ്കിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ആ വാട്ടറിൽ ക്ലോറൈഡിൻ്റെ കണ്ടൻറ്റോ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം, അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട്. അതെ അതെ, ബോർവെൽ വാട്ടറിൽ സംഭവിക്കാറുണ്ട്. അതായത് നമ്മൾ ഏറ്റവും താഴത്തുനിന്നാണ് അല്ലേ, ബോർവെൽ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും താഴെ തട്ടിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഈ ഇതില്ലേ നമ്മൾ കിണറിൽ റിങ്ങുകൾ ഇറക്കിയിട്ടുണ്ടാവില്ലേ, കിണറിൻ്റെ ഉള്ളിൽ റിങ്ങുകൾ കണ്ടിട്ടില്ലേ, കോൺക്രീറ്റിൻ്റെ റിങ്ങുകൾ ഇറക്കുന്നത്. ആ കിണറ്റിലെ വെള്ളം എടുത്താലും സംഭവിക്കാം. അതായത് അതിൻ്റെ സ്റ്റീൽ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുള്ളതിൻ്റെ കണ്ടൻറ്റുകൾ ആ വെള്ളത്തിലേക്ക് ആയിട്ട് ആ വെള്ളം യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുമായിരിക്കാം. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ കിണറ്റിൽ ഈ കോൺക്രീറ്റിൻ്റെ റിങ് ഇറക്കിയിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്യും. കേട്ടിട്ടുണ്ടോ അത്? അപ്പോൾ അതുപോലത്തെ ടൈപ്പ് വെള്ളങ്ങളൊക്കെയാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്, ഈ ചിലപ്പോൾ ബ്രിക്കുകൾ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും, കോൺക്രീറ്റിൻ്റെ ബ്രിക്കുകൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. ഇത് ഈ എഫ്ലോറസൻസ് കൂടുതലും കോൺക്രീറ്റിൻ്റെ ബ്ലോക്കുകളിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ കെമിക്കൽ റിയാക്ഷൻസ് മറ്റുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, ഇതുപോലെ എഫ്ലോറസൻസ് ഉണ്ടാവും. അതായത് വൈറ്റിഷ് പാച്ചസ്, വൈറ്റ് കളറുള്ള പാച്ചസ്. ക്ലിയർ? കണ്ടിട്ടുണ്ട് എല്ലാവരും? കണ്ടിട്ടുണ്ടാവണം. എന്താ താബൂക്ക് കട്ടാന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അതായത് കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇപ്പോൾ ഹോളോ ബ്രിക്സ് ആയാലും സിമെൻറ്റിൻ്റെ ഹോളോ ബ്രിക്സ് അങ്ങനെയുള്ള ബ്രിക്കുകളിലൊക്കെ കാണാം. ഓക്കെ, വെട്ടുകല്ലിലൊന്നും ഉണ്ടാവില്ല, ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതായത് നമ്മൾ സിമെൻറ്റ് ബ്ലോക്സിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ സിമെൻറ്റ് പോലുള്ള മെറ്റീരിയൽസ് ഒന്നും നമ്മൾ ക്ലേയിൽ യൂസ് ചെയ്യുന്നില്ലല്ലോ, ക്ലേ ബ്രിക്സിൽ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അതുപോലെ എന്ത് യൂസ് ചെയ്യുന്നില്ല, മിനി മെറ്റലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. എന്തിന്? സിമെൻറ്റ് ബ്ലോക്സ് ഉണ്ടാക്കാനായിട്ട്. അതിലൊക്കെയാണ് കൂടുതൽ റിയാക്ഷൻസ് നടക്കുക. ഈ സിമെൻറ്റും അതുപോലെ ഈ മിനി മെറ്റലായിട്ടുള്ള റിയാക്ഷൻ, അതുപോലെ അതിൽ ആഡ് ചെയ്യുന്ന വാട്ടറും ഈ സിമെൻറ്റുമായിട്ടുള്ള റിയാക്ഷനിൽ, അതുപോലെ വാട്ടറിൽ ചിലപ്പോൾ വേറെ ഇതൊക്കെ ഉണ്ടായിരിക്കും, കണ്ടൻറ്റുകൾ ഉണ്ടായിരിക്കും. ഹൈഡ്രജനോ ഓക്സിജനോ അല്ലാതെ വേറെ കണ്ടൻറ്റുകൾ ആ വാട്ടറിൽ, മിനറൽസ് ആ വാട്ടറിൽ ഉണ്ടെങ്കിൽ ആ വാട്ടറും സിമെൻറ്റിലെ മെറ്റീരിയൽസായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ എഫ്ലോറസൻസ് ഉണ്ടാവാം. മനസ്സിലായോ? അതുപോലുള്ള പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ ക്ലേ ബ്രിക്സിൽ നടക്കുന്നില്ല. ക്ലിയർ ആയോ? കെമിക്കൽ റിയാക്ഷൻസ് കൂടുതലും നടക്കുന്നത് ഈ സിമെൻറ്റ്, ഈ മിനി മെറ്റൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നിടത്താണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിലെ വെള്ളത്തിന് ഒരു അയേണിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഫീൽ ചെയ്യും. അതായത് കാലക്രമേണയാണ് അതിലൊരു മാറ്റം വരിക. ആദ്യത്തെ സമയത്ത് ഉണ്ടാവണമെന്നില്ല, കാലക്രമേണ ആ കോൺക്രീറ്റിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റ് കാരണം വെള്ളത്തിലേക്ക് അയേണിൻ്റെ കണ്ടൻറ്റ് വരാം. ഓക്കെ, നിങ്ങൾ പറയണ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനൊക്കെ ഇവിടെ പറയണ കേട്ടിട്ടുണ്ട്. അതെ,
അങ്ങനെ കുടിക്കുന്നവരുണ്ട്. ചിലർ പ്യൂരിഫൈ ചെയ്തിട്ട്, അതായത് നേരിട്ട് നമ്മൾ പ്യൂരിഫയറൊക്കെ ഉണ്ടല്ലോ, പ്യൂരിഫയർ യൂസ് ചെയ്തിട്ട് വെള്ളം കുടിക്കാം, കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് കുടിക്കുന്നവരൊക്കെ ഉണ്ട്. ആ, അത് കാലക്രമേണ അതിൽ മാറ്റം വരും. അതായത് ആ കോൺക്രീറ്റിൻ്റെ ഇതൊക്കെ ഇതിലേക്ക് വന്നു തുടങ്ങും, അതായത് ആ വെള്ളത്തിലേക്ക്. നമുക്കറിയാം റെയിൻഫോഴ്സ്മെൻ്റ് ഒക്കെ എത്രത്തോളം, കോൺക്രീറ്റൊക്കെ എത്രത്തോളം വാട്ടറിന് റെസിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാലും എന്താണ്, ഇപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ വീടുകൾ പണിതിട്ടുള്ള കോൺക്രീറ്റ് എത്രത്തോളം മഴ പെയ്യുമ്പോഴും എത്ര കാലം വരെ നിൽക്കും. നിങ്ങൾ പണിയുന്ന ഒരു വീടൊക്കെ ആണെങ്കിൽ എത്ര കാലം നിൽക്കും? എത്ര? കൂടിപ്പോയി പറഞ്ഞ പോലെ 35 അല്ലേ? അല്ലേ? അപ്പൊ അത് നമുക്ക് പറയുകയാണെങ്കിൽ വല്ലപ്പോഴും മഴയുള്ളൂ, സീസണിലാണ് മഴ സംഭവിക്കുന്നത്. ഇത് ആ കോൺക്രീറ്റ്, ആ ഗുഡ് ഗുഡ് ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഈ റിങ് എന്ന് പറയുന്നത്, ഈ റിങ് കിണറ്റിൽ കിടക്കുന്ന റിങ് ഫുൾ ടൈം ഈ വെള്ളത്തിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. മാക്സിമം നമ്മൾ പ്യൂരിഫയേഴ്സ് യൂസ് ചെയ്യാം. എഫ്ലോറസെൻസ് മനസ്സിലായോ? എഫ്ലോറസെൻസ് പറഞ്ഞ് ഇത്രയധികം സംസാരിച്ചു അല്ലേ? അടുത്തത് നോക്കാം, എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ക്യാരക്ടേഴ്സ് വരുന്നത്, കളറ് എന്താണ്? ബ്രിക്കിൻ്റെ കളറ് യൂണിഫോം കോപ്പർ റെഡ് കളറ്. എന്താണ് ബ്രിക്കിൻ്റെ കളറ്? യൂണിഫോം കോപ്പർ റെഡ് കളർ. എന്താ യൂണിഫോം എന്ന് ഉദ്ദേശിക്കുന്നത്? എല്ലായിടത്തും ഒരേപോലെയുള്ള കളർ വരണം, അതിനാണ് യൂണിഫോം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു ബ്രിക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ പോർഷനിലും ഒരേ കളറായിരിക്കണം, അതിനെയാണ് യൂണിഫോം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അവിടെ കളർ ഏതാണ്? കോപ്പർ റെഡ്. ബ്രിക്കിൻ്റെ കളർ ഏതാ? ക്ലേ ബ്രിക്കിൻ്റെ കോപ്പർ റെഡ്. ഷേപ്പ് എന്താണ്? ഇത് കണ്ടോ, ഇതാണ് സ്റ്റാൻഡേർഡ് സൈസ് നമ്മൾ പറഞ്ഞത്, 19x9x9. ഓക്കെ, നിങ്ങൾ എത്രയാണ് വാൾ തിക്നെസ് കൊടുക്കാറ്? എത്ര? 20 അല്ലേ? ആ, ഓക്കെ. നമ്മൾ ഇന്നർ വാളുകളൊക്കെ നമ്മൾ കുറച്ചിട്ടാണ് കൊടുക്കുക. അതൊന്ന് ആരുടെയെന്നാ ഈ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അതായത് ഇന്നർ വാൾസൊക്കെ നമ്മൾ കുറച്ചിട്ടാണ് കൊടുക്കുക അല്ലേ? 15 സെന്റിമീറ്റർ. ആ, ഓക്കെ. ഇതാണ് എന്താണ് ഷേപ്പ്, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈസ് വരുന്നതാണ്. മൂന്നാമത്തെ എന്താണ്? സൗണ്ട്. എന്താ? സൗണ്ട് പ്രൂഫ് ആയിരിക്കണം. സൗണ്ട് പ്രൂഫ് ആയിരിക്കണം. നമ്മളിപ്പോൾ ഇവിടെ ഒരു റൂമിൽ നിന്ന് സംസാരിക്കുന്നത് അപ്പുറത്തെ ഭാഗത്തേക്ക് കേൾക്കാൻ പാടില്ല ശരിക്ക്. ഓക്കെ, അങ്ങനെ സൗണ്ട് പ്രൂഫ് ആയിരിക്കണം. പിന്നെന്താണ്? ക്ലിയർ റിങ്ങിങ് സൗണ്ട് വെൻ സ്റ്റക്സ് വിത്ത് ഈച്ച് അതർ. എന്താണ്? ഈ ബ്രിക്കുകൾ നമ്മൾ കൂട്ടിമുട്ടുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാറില്ലേ? ബ്രിക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ. ഹലോ, കേൾക്കുന്നില്ല? ആ, അതായത് ആ ബ്രിക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള റിങ്ങിങ് സൗണ്ട് അവിടെ ഉണ്ടാവണം. ഓക്കെ, അടുത്ത എന്താണ്? നാലാമത്തെ അബ്സോർപ്ഷൻ. എന്താ അബ്സോർപ്ഷൻ? വാട്ടർ അബ്സോർപ്ഷൻ കേട്ടോ. എന്താണ്? ഇറ്റ് ഷുഡ് നോട്ട് ലെസ് ദാൻ 20% ഫോർ ഫസ്റ്റ് ക്ലാസ്. പിന്നെന്താണ്? ലെസ് ദാൻ 22% ഫോർ സെക്കൻഡ് ക്ലാസ്. കൂൾഡ് വാട്ടറിൽ 24 മണിക്കൂർ നമ്മൾ
മുക്കി വയ്ക്കുമ്പോൾ ഒരു തണുത്ത വെള്ളത്തിൽ നമ്മൾ 24 മണിക്കൂർ മുക്കി വയ്ക്കുമ്പോൾ എന്താണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ അബ്സോർപ്ഷൻ എത്രയായിരിക്കും 20%-നും താഴെയായിരിക്കും. സെക്കൻഡ് ക്ലാസ് ആണെങ്കിലോ 22%-നും താഴെയായിരിക്കും. ഓക്കെ. അതുപോലെ എന്താണ് ടഫ്നെസ് എന്താണ് 1 മീറ്റർ ഹൈറ്റിൽ നിന്ന് നമ്മൾ ഈ ബ്രിക്ക് താഴേക്ക് ഇടുമ്പോൾ അത് പൊട്ടാൻ പാടില്ല. അതാണ് അതിൻ്റെ ടഫ്നെസ് ൻ്റെ മാനദണ്ഡം. ഓക്കെ. 1 മീറ്റർ ഹൈറ്റിൽ നിന്ന് നമ്മൾ 1 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഒരു ബ്രിക്ക് നമ്മൾ കയ്യിലെടുത്തു, അത് 1 മീറ്റർ ഹൈറ്റിൽ പിടിച്ചു, എന്നിട്ട് നമ്മൾ താഴേക്ക് ഇടുക. ജസ്റ്റ് 1 മീറ്റർ, ആ 1 മീറ്റർ ഹൈറ്റിൽ നമ്മൾ താഴേക്ക് ഇടുമ്പോൾ അത് പൊട്ടാൻ പാടില്ല. പൊട്ടിക്കഴിഞ്ഞാൽ അത് ടഫല്ല. ഓക്കെ, മനസ്സിലായോ? അല്ല, താഴെ മണ്ണിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ കോൺക്രീറ്റിലേക്ക് ഇടുമ്പോൾ മാറ്റം വരുമല്ലോ. ആ, പൊട്ടിപ്പോവും. താഴേക്ക് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിലേക്ക് ഇടാം, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഹലോ, ആ പറഞ്ഞോളൂ. അതായത് ചിലവിടെ വന്നിട്ട് ഇപ്പൊ മേഡ് പറഞ്ഞ പോലെ തന്നെ ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അച്ച് പോലെ എടുത്തിട്ട് അതിൽ കോൺക്രീറ്റിലെ ക്വാളിറ്റി അതിലിടും. എന്നിട്ട് അത് 15 ദിവസം കഴിഞ്ഞിട്ട് അതിന് പൊട്ടിക്കും. അതിനുശേഷമായിരിക്കും പെയിന്റ്സ് അത് റീഷട്ടർ ചെയ്യാം. അത് വില്ല പ്രോജക്റ്റുകൾ നടക്കാറുണ്ട്. അത് സ്ലാബിന്റെ ഈ സ്ട്രെങ്ത്, അത് കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് അറിയാൻ വേണ്ടിയായിരിക്കും. അത് കോൺക്രീറ്റിന് നമ്മൾ കംപ്രസീവ് മെഷീൻ ഇല്ലേ, അതായത് കംപ്രസ് ചെയ്ത് നോക്കും. അങ്ങനെയാണ് നമ്മൾ, അതായത് ക്രഷിങ് സ്ട്രെങ്ത് അതുപോലെ കംപ്രസീവ് സ്ട്രെങ്ത് എന്നൊക്കെ പറയും. അത് ചെക്ക് ചെയ്യുക. അത് കൂടുതലും കോൺക്രീറ്റിനാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ. ബ്രിക്കിൻ്റെ കേസിൽ അങ്ങനെ നോക്കാറില്ല. അതായത് ഒരു 15x15x15 എന്ന് പറഞ്ഞൊരു ക്യൂബ് ക്രിയേറ്റ് ചെയ്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും അല്ലേ? ആ, അത് എന്താ? അതന്നെ ആ കോൺക്രീറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അതിന് എത്ര കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്, എത്രത്തോളം ലോഡ് ബെയർ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് കോൺക്രീറ്റിൻ്റെ കേസ് അത് വിടും. നമ്മൾ ബ്രിക്കിൻ്റെ കേസാണ് പറയുന്നത്. നോക്കുക, അടുത്തത് ക്രഷിങ് സ്ട്രെങ്ത്. എന്താണ്? എത്രത്തോളം ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് ക്രഷ് ആവണേന്ന്. എത്രയാണ്? 3 to 5 Nm/mm². മിനിമം കേട്ടോ, മിനിമം അത്ര വേണം. 3 തൊട്ട് 5 Nm/mm ലോഡ്, mm² മിനിമം. സ്പെസിഫിക് ഗ്രാവിറ്റി എത്ര വേണം? 2 to 2.6. ഓക്കെ. 2 തൊട്ട് 2.6 വരെ. സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് അത് ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. അതായത് ഈ കംപ്രസീവ് സ്ട്രെങ്ത് ഒക്കെ നമ്മൾ കംപ്രസീവ് ടെസ്റ്റിംഗ് മെഷീനിൽ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. ഈ പറഞ്ഞ പോലെ ഈ 15x15 എന്ന് പറഞ്ഞൊരു ക്യൂബ് കോൺക്രീറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് വരും? കംപ്രസീവ് ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ച് ടെസ്റ്റ് ചെയ്യും. അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഇത്രയൊക്കെയാണ്. ഓക്കെ. ഇല്ല കേട്ടോ, അത് ITI ലെവലിൽ വരുന്നില്ല. നിങ്ങൾക്ക് പോളിടെക്നിക് ലെവലൊക്കെ ആണെങ്കിൽ അതിൽ പഠിക്കാനുണ്ട്. അതൊക്കെ ടെസ്റ്റ് ചെയ്യും. കോൺക്രീറ്റിൻ്റെ ടെസ്റ്റിങ്, ബ്രിക്കിൻ്റെ ടെസ്റ്റിങ്, ക്ലേയുടെ ടെസ്റ്റിങ്, അതൊക്കെ സാൻഡിൻ്റെ, സോയിലിൻ്റെ എല്ലാ ടെസ്റ്റിങ്ങും നമ്മൾ പോളിടെക്നിക് ലെവലിൽ എല്ലാത്തിൻ്റെ എക്സ്പീരിമെൻസ് ചെയ്യാനുണ്ട്. കോൺക്രീറ്റ് ലാബ് എന്ന് പറഞ്ഞിട്ടൊരു ലാബുണ്ട്. അതൊരു സബ്ജക്റ്റാണ്. ലാബിൻ്റെ പ്രാക്ടിക്കലാണ് കോൺക്രീറ്റ് ലാബ് എന്ന് പറയും.
അതിലെല്ലാ മെറ്റീരിയൽസിനും ടെസ്റ്റിംഗ് നടക്കും. സാൻഡ്, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റലില്ല, അഗ്രിഗേറ്റ് എന്ന് പറയും, അഗ്രിഗേറ്റിൻ്റെ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ക്ലേയുടെ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞില്ലേ, വാട്ടർ എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നുള്ളത്, അതുവരെ നമ്മൾ ടെസ്റ്റിംഗ് പഠിക്കാനുണ്ട് അവിടെ പോളിടെക്നിക് ലെവലിലൊക്കെ. ഈ പറഞ്ഞ പോലെ കംപ്രസീവ് ടെസ്റ്റ് ചെയ്യുന്ന മെഷീനിലൊക്കെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ച പോളിടെക്നിക് കോളേജിൽ ഈ കോൺക്രീറ്റ് ലാബിൽ ഗവൺമെൻറ്റിൻ്റെ ഇതുപോലുള്ള ഈ ക്യൂബുകൾ വരും, 15x15 ആ ക്യൂബില്ലേ, ആ സൈസുള്ള ക്യൂബ് വരും. അത് ഗവൺമെൻറ്റിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് ആപ്റ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നത്. കോൺട്രാക്റ്റ് ഒക്കെ എടുക്കില്ലേ നമ്മൾ, ഗവൺമെൻറ് കോൺട്രാക്റ്റ് എടുക്കുന്ന അവരുടെ കയ്യിൽ നിന്ന് ഇത് മേടിക്കും. എന്നിട്ട് അവർ ഇവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യും. കോളേജുകളിൽ എവിടെയാണുള്ളത്, ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് ഗവൺമെൻറ് കോളേജിൽ വന്ന് അവർ ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ അവരത് പ്രൊസീഡ് കൊടുക്കുള്ളൂ. ഓക്കെ, പോളിടെക്നിക് ലെവലിൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ എക്സ്പീരിമെൻറ്റുകൾ ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് പഠിക്കാനുണ്ട്. അല്ല മാഡം, നമ്മൾ സിവിൽ ട്രേഡിലും ഈ പോളിടെക്നിക്കിൽ വരുന്ന ട്രേഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അല്ല, ഞാൻ പറയുന്നത് PWD വർക്ക് എടുക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഈ ട്രേഡ് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അതെ, ട്രേഡ് വെച്ച് മുന്നോട്ട് പോവാം. അല്ല, ഇനിയിപ്പോ മേ ബി നമുക്കൊരു ഈ പാലം പണി അങ്ങനെയുള്ള പണിയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് പൂർണ്ണമായി ധാരണ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ. അല്ല, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ധാരണ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആ, അതിനെ കുറിച്ച് ഓക്കെ. പക്ഷേ മേഡം പറഞ്ഞ ഇപ്പൊ ഈ ടെക്നിക്കൽ ബേസിൽ വരുന്നതേ അത് ക്വാളിഫിക്കേഷൻ കൂടുമല്ലോ. പോളിടെക്നിക് ആണെങ്കിലും നമുക്ക് ലൈസൻസ് വേണം. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ BTech ആണെങ്കിലും നമുക്ക് ഏതോ ഒരു ഗ്രേഡ് കിട്ടും. ആ ഗ്രേഡിൽ നിന്ന് വീണ്ടും എക്സാം എഴുതി ആ ഗ്രേഡ് നമുക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പോളിടെക്നിക്കാരാണെങ്കിൽ ഈ BTechകാരുടെ കീഴിൽ ജോലി ചെയ്യണം. അപ്പോൾ നമുക്ക് അതായത് 2 വർഷത്തോളം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രേഡ് സിയോ അങ്ങനെ എന്തോ ആണ് കിട്ടുക. അതിൽ നിന്ന് നമ്മൾ എക്സാം എഴുതിയിട്ട് വേണം നമുക്ക് ഗ്രേഡ് Bയിലേക്കും Aയിലേക്കും ഒക്കെ ചേഞ്ച് ആവാനായിട്ട്. അതാണ്, ഈ ഗ്രേഡുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊന്ന് നോക്കാം. എന്താ ക്ലാസിഫിക്കേഷൻ, ബ്രിക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇതും കൂടി എടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതാണ് ലാസ്റ്റ് ബ്രിക്കിൽ വരുന്ന ടോപ്പിക് കേട്ടോ. എന്താ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്ക്? ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്? അൺബേൺഡ് ബ്രിക്ക്. എന്താ അൺബേൺഡ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേൺ ശരിക്കും ആവാത്തത് അല്ലേ? കറക്റ്റായിട്ട് എന്താവാത്തത്? ബേൺ ചെയ്യാത്തതിനാണ് എന്ത് പറയുക? അൺബേൺഡ് ബ്രിക്കുകൾ അല്ലേ? ക്ലിയർ അല്ല അത്? എന്താണ്? അതായത് ബേണിങ് ചെയ്യാത്ത ബ്രിക്കുകൾ, അതായത് ദീസ് ബ്രിക്സ് ആർ ഡ്രൈഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സൺ ഹീറ്റ് ഓൺലി. അതായത് സൂര്യൻ്റെ ചൂടേറ്റ് മാത്രം ഡ്രൈയിങ് ചെയ്തിട്ടുള്ള ബ്രിക്കുകളാണ് എന്ത്? അൺബേൺഡ് ബ്രിക്ക്. ക്ലിയർ അല്ലേ? അടുത്ത ഒരെണ്ണമാണ് എന്ത്? ബേൺഡ് ബ്രിക്സ്. അതായത് നമ്മളിതുപോലെ ക്ലാമ്പിലോ കിന്നിലോ വെച്ചിട്ട് ബേൺ ചെയ്തിട്ടുള്ള ബ്രിക്ക്. അതാണ് ദീസ് ബ്രിക്സ് ആർ ബേൺഡ് ക്ലാമ്പ് ഓർ കിൻ. ബേൺഡ് സ്പെല്ലിംഗ് തെറ്റാണ്. എന്താണ്? ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫോളോയിങ് കാറ്റഗറീസ്. 4 കാറ്റഗറീസ് ഉണ്ട്. ബേൺ ചെയ്തിട്ടുള്ള ബ്രിക്കിന് 4 കാറ്റഗറീസ്. ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ്? ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഫോർത്ത് ക്ലാസ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ?